ഹായ് ഫ്രണ്ട്സ്, ചെമ്പനീർപ്പൂവിന്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ സച്ചി ലോങ് ട്രിപ്പ് കിട്ടുന്ന ഒരു ദിവസം രേവതിയോട് വിളിച്ച് പറയുന്നുണ്ട്, ഇന്ന് എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റില്ല എന്ന്. അപ്പോ രേവതിക്കാണെങ്കിൽ സങ്കടമാവുകയാണ്, കാരണം രാത്രി താൻ തനിച്ച് കിടക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. എന്തായാലും രേവതിയുടെ അരികിലേക്ക് വർഷ എത്തുന്നുണ്ട്. വിശക്കുന്നു, ഭക്ഷണം റെഡിയായോ എന്നൊക്കെ ചോദിക്കുന്ന വർഷയോട് ഞാൻ ഇപ്പൊ എടുത്തു തരാമെന്ന് രേവതി പറയുന്നതും വർഷ പറയുന്നുണ്ട്, ശ്രീക്കിന്ന് ഒന്നും എടുത്തു വെക്കേണ്ട, കാരണം അവൻ ഇന്ന് വരാൻ ലേറ്റ് ആകുമെന്ന്. രേവതിയും അപ്പൊ പറയുന്നുണ്ട്, അവൻ എന്നെ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, നീ ദേഷ്യം കാരണം കഥക് തുറന്നു കൊടുക്കില്ലെന്നൊക്കെയാണ് അവൻ എന്നോട് പറഞ്ഞത്. എന്താ ഞാൻ കേട്ടതൊക്കെ നേരാണെന്ന് ചോദിക്കുമ്പോ വർഷ രേവതിയോട് പറയുന്നുണ്ട്, അപ്പോഴേക്കും ചേച്ചിയെ വിളിച്ച് അവൻ എല്ലാ കാര്യവും പറഞ്ഞോ? എനിക്ക് അവനോടുള്ള ദേഷ്യത്തിന്റെ കാര്യവും വേറെ ഒന്നുമല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തു പോകണമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ശ്രീക്ക് ആ ദിവസം എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറയാനുണ്ടാവും. അതുകൊണ്ട് രാത്രി വരുമ്പോഴേ ചേച്ചിയാണെങ്കിലും അവന് കഥകൊന്നും തുറന്നു കൊടുക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് വർഷ. എന്നാൽ രേവതി ശ്രീകാന്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അവന് ജോലി തിരക്കുള്ളതുകൊണ്ടായിരിക്കും വർഷേ, അല്ലെങ്കിൽ നീയുമൊത്ത് കറങ്ങാൻ അവനും താല്പര്യമില്ലാതിരിക്കില്ലല്ലോ. നീ എന്തായാലും ഇത് വലിയ പ്രശ്നമൊന്നും ആക്കണ്ട, അങ്ങോട്ട് ക്ഷമിച്ചു കളയാൻ പറയുന്നുണ്ട് രേവതി. അതോടൊപ്പം തന്നെ സച്ചിയും നാളെ വരുള്ളൂ എന്നുള്ള കാര്യം രേവതി വർഷയെ അറിയിക്കുന്നുണ്ട്. അപ്പൊ ചേച്ചിയും രാത്രി തനിച്ച് കിടക്കണമല്ലേ എന്ന് വർഷയും അത് കേട്ട് പറയുന്നു. എന്തായാലും രേവതിയുടെ മുഖം വാടുന്നത് കാണുന്ന വർഷ, ഇന്ന് നമ്മൾ ഗേൾസിന്റെ നൈറ്റാണ്, അതുകൊണ്ട് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും കഴിച്ചിട്ട് ഏതെങ്കിലും മൂവി കണ്ടാലോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട് രേവതിയോട്. രേവതി ഉടനെ മൂവിയോ എന്ന് ചോദിക്കുമ്പോ അതേന്നേ മൂവി, നമുക്ക് ഏതെങ്കിലും ഹൊറർ മൂവി തന്നെ കാണാം. രേവതി പറയുന്നുണ്ട് കേട്ടോ, എനിക്ക് ഹൊറർ മൂവിയൊക്കെ പേടിയാണ് വർഷയെന്ന്. പക്ഷെ വർഷ പറയും, രാത്രി ഹൊറർ മൂവി കാണുന്നത് ഒരു പ്രത്യേക ത്രില്ലാണ് ചേച്ചി. അങ്ങനെയെല്ലാം പറഞ്ഞ് വർഷ രേവതിയെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട്, എനിക്ക് പേടിയാ, പിന്നെ എനിക്ക് ഉറങ്ങാനേ സാധിക്കില്ല എന്നൊക്കെ. അതിന് ചേച്ചി ഒറ്റയ്ക്കല്ലല്ലോ കാണുന്നത്, ഞാനും കൂടെ ഇല്ലേ ചേച്ചി. എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്ന് ആ മൂവി കാണുന്നു. പിന്നെ ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് വർഷ അകത്തേക്ക് പോവുകയാണ്. പിന്നീട് അവര് രണ്ടുപേരും കൂടെ ആ മൂവിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ടായിരിക്കും കാണുന്നത്. രേവതി ആണെങ്കിൽ അതിലെ ഓരോ സീനുകളും കണ്ട് പേടിച്ച് വിറച്ചുകൊണ്ട് വർഷയുടെ കൈയൊക്കെ ഇറുക്കി പിടിക്കുന്നുണ്ട്. ചില പേടിപ്പെടുത്തുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കും രേവതി പേടിയോടെ അലർന്നുകൊണ്ട്. അപ്പൊ രേവതിയുടെ ആ അലറുന്ന ശബ്ദം കേട്ടുകൊണ്ട് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ അർദ്ധരാത്രി കിടന്ന് ഈ അലർന്നതെന്ന്. വർഷ അപ്പൊ ചന്ദ്രമതിയോട് പറയും, അതൊന്നുമില്ല ആന്റി, ഞങ്ങളൊരു മൂവി കാണുകയായിരുന്നു. ഉടനെ ചന്ദ്രമതി ചോദിക്കും, ഈ സമയമാണോ മൂവി കാണേണ്ടത്? അത് പിന്നെ ഞങ്ങൾ ഉറക്കം വരാഞ്ഞിട്ടിരുന്ന് കണ്ടതാണെന്ന് വർഷ പറയുന്നുണ്ടെങ്കിലും അതിനെന്തിനാ ഇങ്ങനെ കിടന്ന് അലർന്നെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. അത് പിന്നെ മൂവിയിലെ ഓരോ സീനുകൾ കണ്ടിട്ട് പേടിച്ചിട്ടാണ് രേവതി ശബ്ദം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോ, പ്രേതത്തെ കണ്ട് ഇവൾക്ക് പേടിയോ? ഇവള് തന്നെ ഒരു കുട്ടിച്ചാത്തനല്ലേ, ഞങ്ങളൊന്നും പ്രേതത്തെ കണ്ട് ഭയപ്പെടാറില്ലെന്ന് രേവതിയെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് ചന്ദ്രമതി. എന്നാൽ വർഷ ചോദിക്കുന്നുണ്ട് കേട്ടോ, എന്തിനാ ആന്റി നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ആർക്കായാലും പ്രേത സിനിമ കാണുമ്പോ ഭയം ഉണ്ടാകും. ഈ പറയുന്ന ആന്റിക്ക് പ്രേതത്തിനെ പേടിയില്ലേ എന്ന് തുറന്നു ചോദിക്കുന്നതും, നിങ്ങളെപ്പോലെ ചെറിയ കുട്ടികളല്ലേ പ്രേതത്തെ കണ്ട് ഭയക്കുന്നത്, എനിക്ക് അതിനെയൊന്നും പണ്ടേ പേടിയില്ലെന്ന് ധൈര്യം അഭിനയിച്ചുകൊണ്ട് ചന്ദ്രമതി അങ്ങ് പറയുന്നുണ്ട്. അഥവാ ഇനി പ്രേതം വന്നാലും ഞാൻ അതിനെയൊക്കെ അടിച്ചോടിക്കും, വെറുതെ കിടന്നലറാതെ കിടന്നുറങ്ങാൻ പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നുണ്ട് ചന്ദ്രമതി. എന്നാൽ പ്രേതത്തിനെ ഭയമില്ലെന്നും പ്രേതത്തിനെ കണ്ടാൽ അടിച്ചു ഓടിക്കുമെന്നും പറഞ്ഞ ചന്ദ്രമതിക്ക് ഒരു 8ന്റെ പണി തന്നെ കൊടുക്കാൻ തീരുമാനിക്കുകയാണ് വർഷ. ഇതിനെക്കുറിച്ച് രേവതിയോടും പറയുന്നുണ്ട്, ആന്റി ദേ കുറച്ച് ഓവറായിട്ടല്ലേ സംസാരിച്ചതെന്ന് ചോദിക്കുമ്പോ, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല വർഷേ, പിന്നെ എന്നോടമ്മ എപ്പോഴും ഇതുപോലെ തന്നെയല്ലേ സംസാരിക്കുന്നത് എന്നും രേവതി പറയുന്നുണ്ട്. ഏതായാലും വർഷ ഉടനെ പറയുന്നുണ്ട്, ആന്റിക്ക് പ്രേതത്തിനെ ഭയമില്ലെന്നല്ലേ പറഞ്ഞത്, ഭയം എന്താണെന്ന് ഞാൻ ആന്റിക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെയും പറഞ്ഞിട്ട് വർഷ താൻ ഡബ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. രേവതിക്കാണെങ്കിൽ ഇതൊന്നും അത്ര ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ ചെയ്യുന്നത് വർഷേ? അതൊന്നും വേണ്ട, അവരുറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് രേവതി വർഷയെ കുറെ തടയാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും വർഷയാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. വർഷ നേരെ ചന്ദ്രയുടെ റൂമിന് മുമ്പിൽ പോയി നിന്നുകൊണ്ട് ഒരു പ്രേതത്തിന്റെ അറ്റ്മോസ്ഫിയർ അവിടെ ഒരുക്കുകയാണ്. പ്രേതത്തിന്റെ ശബ്ദവും ചിരിയും പാദസരത്തിന്റെ കിലുകിലക്കവും ഒക്കെ അവിടെ മുഴങ്ങി കേൾപ്പിക്കുന്നുണ്ട്. അപ്പോ ഈ ശബ്ദമെല്ലാം കേട്ട് പേടിച്ചെണീക്കുന്ന ചന്ദ്രമതി രവീന്ദ്രനെ കുറെ കുലുക്കി വിളിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ രവീന്ദ്രനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരിക്കും. ചന്ദ്രമതി ആണെങ്കിൽ പേടിച്ച് വിറച്ചുകൊണ്ട് ആരാ എന്നൊക്കെ വിറച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. പക്ഷെ വർഷയാണെങ്കിൽ ഇതൊന്നും കേട്ടിട്ടും യാതൊരു കുലുക്കവുമില്ലാതെ ഓരോരോ ശബ്ദങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ചന്ദ്രമതിയെ കൂടുതൽ പേടിപ്പിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. അപ്പൊ ഈ ശബ്ദങ്ങളും കാര്യങ്ങളും ഒക്കെ ശ്രുതിയും കേൾക്കുന്നുണ്ട്. ശ്രുതിയെ വിളിച്ച് ഉണർത്താൻ നോക്കുന്നുണ്ട്. പക്ഷെ ശ്രുതി നല്ല ഉറക്കത്തിലായിരിക്കും. എന്തായാലും വർഷ
പേടിച്ചു വിറച്ചുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് അവിടെയൊക്കെ നോക്കുന്നുണ്ട്. ഈ സമയം വർഷയും രേവതിയും മറഞ്ഞു നിൽക്കുകയായിരിക്കും. ചന്ദ്രമതിയും പുറത്തു വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതിയും ചന്ദ്രമതിയും പരസ്പരം കാണുന്നതും അവരെ തന്നെ കാണുമ്പോൾ പരസ്പരം പേടിക്കുന്നുണ്ട്. ഇത് മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഓരോരോ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങനെ നിൽക്കുമ്പോൾ വർഷ പിന്നെയും ഓരോരോ ശബ്ദങ്ങളിട്ട് അവരെ പേടിപ്പിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് രണ്ടുപേരും പരസ്പരം പേടിച്ച് വിറച്ച് ഇങ്ങനെ നിൽക്കുമ്പോ വീട്ടിൽ ശരിക്കും പ്രേതം ഉണ്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ടെന്ന് ശ്രുതിയോട് പറയുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നെഞ്ചത്തടിച്ച് കരയുകയാണ്. വർഷയ്ക്കാണെങ്കിലും ഈ ശബ്ദങ്ങളൊക്കെ കേട്ടിട്ട് ശരിക്കും പേടിച്ച് വിറച്ച് ജീവൻ പോകുന്നത് പോലെ ആവുന്നുണ്ട്. ഏതായാലും രേവതി പിന്നീട് വർഷയോട് പറയുന്നുണ്ട് കേട്ടോ, മതിയാക്ക് വർഷ, രണ്ടുപേരും നല്ലോണം പേടിച്ചിട്ടുണ്ട്. ഇനിയും പേടിപ്പിക്കാൻ പോയാൽ ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് സംഭവിക്കും, അതുകൊണ്ട് നിർത്താൻ തന്നെ പറയുന്നു. ശേഷം രേവതി വേഗം ഹാളിലെ ലൈറ്റ് എല്ലാം ഇട്ടുകൊടുത്ത് ചന്ദ്രമതിക്കും വർഷയ്ക്കും വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം വാങ്ങി കുടിക്കുന്ന ചന്ദ്രയുടെയും ശ്രുതിയുടെയും അടുത്തേക്ക് ഒട്ടിച്ചിരിച്ചുകൊണ്ട് വർഷയും കടന്നു വരുന്നു. എന്നിട്ട് ചന്ദ്രമതിയോടായിട്ട് ചോദിക്കുകയാണ്, ആന്റിക്കല്ലേ ഭയമില്ലെന്ന് പറഞ്ഞത്, എന്നിട്ടാണോ ഇങ്ങനെ അലറി വിളിച്ച് കരഞ്ഞത്? അപ്പോ വർഷയുടെ ആ ഒരു പെരുമാറ്റത്തിൽ നിന്ന് തന്നെ ചന്ദ്രമതിക്ക് കാര്യം പിടികിട്ടുന്നുണ്ട്. ഇത് വർഷ ഒപ്പിച്ച പണിയാണെന്ന് ചന്ദ്രമതിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത് നിങ്ങളുടെ പണിയായിരുന്നു അല്ലേ? ഈ നേരത്താണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? മനുഷ്യന്റെ നല്ല ജീവനങ്ങ് പോയി. ഇതൊക്കെ നീയും കൂടെ ചേർന്നുള്ള പണിയായിരുന്നു അല്ലേടി രേവതി എന്നും ചോദിച്ചുകൊണ്ട് രേവതിക്ക് നേരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് ചന്ദ്രമതി. അപ്പൊ അത് കേൾക്കുന്ന വർഷ ഉടനെ പറയുന്നുണ്ട്, ആന്റി എന്തിനാണ് രേവതിയോട് ദേഷ്യപ്പെടുന്നത്? ഇതെല്ലാം ഞാനാണ് ചെയ്തത്. എനിക്ക് പ്രേതത്തിനെ പേടിയില്ലെന്നും പറഞ്ഞ് വലിയ വീമ്പിളക്കി ആന്റി അവിടെ നിന്ന് പോയപ്പോ ആന്റിയെ ഒന്ന് പേടിപ്പിക്കണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെയാ ഞാൻ ഇങ്ങനെ എല്ലാം ചെയ്തതെന്ന് പറയുന്നുണ്ട് വർഷ. ഏതായാലും ചന്ദ്രമതി രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി അവിടെ നിന്നും പോവുകയാണ്. ചന്ദ്രമതി മാത്രമല്ല വർഷയും. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. പിറ്റേ ദിവസം രേവതി ബെഡെല്ലാം തട്ടിവിരിക്കുന്ന ഒരു സമയത്തായിരിക്കും സച്ചി അവിടേക്ക് വരുന്നത്. ഓ വന്നോ, ഞാൻ വിളിക്കാനിരിക്കായിരുന്നു എന്ന് രേവതി സച്ചിയെ കാണുമ്പോൾ പറയുന്നു. സച്ചി അച്ഛനെ കുറിച്ച് തിരക്കുന്നുണ്ട്. അച്ഛൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ നടക്കാൻ പോയിരിക്കുക എന്ന് പറയുന്നുണ്ട് രേവതി. സച്ചിയാണെങ്കിൽ വളരെ ക്ഷീണിതനാണെന്ന് രേവതിക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോ രാത്രി മുഴുവൻ കാർ ഓടിക്കല്ലായിരുന്നോ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ക്ഷീണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോ വണ്ടി ഒന്ന് സൈഡാക്കി ഉറങ്ങിക്കൂടായിരുന്നോ എന്ന് രേവതി ചോദിക്കുന്നുണ്ടെങ്കിലും എങ്ങനെയാ രേവതി യാത്രക്കാരെ സമയത്ത് സ്ഥലത്ത് എത്തിക്കണ്ടേ? അവര് കാറിലുള്ളപ്പോ എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് സച്ചി. എന്നാ രേവതിക്ക് അത് കേട്ട് അല്പം ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്ന് കരുതി ഉറങ്ങാതെ വണ്ടി ഓടിക്കുകയാണോ വേണ്ടത്? നമ്മുടെ ശരീരം കൂടെ നോക്കണ്ടേ സച്ചിയേട്ടാ? ഏതായാലും സച്ചി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, അങ്ങനെയൊന്നും നോക്കിയാൽ പറ്റില്ല. നീ ഇത് കണ്ടോ, ഇന്നലെ കിട്ടിയ ക്യാഷ് ആണെന്ന് പറഞ്ഞിട്ട് തന്റെ പോക്കറ്റിൽ നിന്നും ക്യാഷ് എടുത്ത് രേവതിയെ ഏൽപ്പിക്കുന്നുണ്ട് സച്ചി. അത് കാണുമ്പോൾ സച്ചി പറയും, എന്റെ കയ്യിൽ ഏതായാലും സച്ചിയേട്ടൻ തരണ്ട, അത് കയ്യിൽ തന്നെ വെച്ചേക്ക്. പക്ഷെ സച്ചി രേവതിയുടെ കയ്യിൽ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നീട് രാത്രി എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോ കഴിച്ചു എന്ന് മറുപടി കൊടുക്കുന്നുണ്ട് സച്ചി. പെട്ടെന്നാണ് രേവതിയുടെ കണ്ണൊക്കെ ചുവന്നിരിക്കുന്നത് സച്ചിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ല, നിന്റെ കണ്ണെന്താ ചുവന്നിരിക്കുന്നത് എന്ന് സച്ചി ചോദിക്കുന്നതും രേവതി പറയാണ്, ഞാനും ഇന്നലെ ഉറങ്ങിയിട്ടില്ല, എനിക്കും ഇന്നലെ ഉറക്കം വന്നതേയില്ല എന്ന്. അത് കേൾക്കുമ്പോ സച്ചി പറയുന്നുണ്ട്, ചിലപ്പോ ഞാനില്ലാത്തതുകൊണ്ടായിരിക്കും അല്ലേ, എന്റെ ഭാര്യയ്ക്ക് എന്നോട് എന്താ ഒരു സ്നേഹം എന്ന് പറയുന്നുണ്ട് സച്ചി. പിന്നീട് സച്ചിക്ക് വേണ്ടി കുളിക്കാനായിട്ട് എണ്ണയൊക്കെ ചൂടാക്കിക്കൊണ്ട് വരികയാണ് രേവതി. ആ സമയം തന്നെയായിരിക്കും വർഷ അതിലൂടെ കടന്നു വരുന്നത്. പരസ്പരം കാണാതെ രണ്ടുപേരും കൂട്ടിമുട്ടുകയും രേവതിയുടെ കയ്യിലുള്ള എണ്ണ താഴെ വീണ് പോവുകയും ചെയ്യുന്നുണ്ട്. അയ്യോ സോറി രേവതി, ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞ് വർഷ ക്ഷമ ചോദിക്കുമ്പോ, അല്ല നീ എവിടേക്കാ ട്രെയിനിന്റെ വേഗത്തിൽ ഓടുന്നതെന്ന് രേവതി വർഷയോട് ചോദിക്കുന്നുണ്ട് ആ സമയം. അപ്പോ വർഷ പറയും, ആയിരിക്കുന്ന ലൂസ് ഉണ്ടല്ലോ, അവൻ ഇങ്ങനെ വെറുതെ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവനോട് ദേഷ്യപ്പെട്ടു വന്നപ്പോ ഞാൻ നിന്നെ കണ്ടില്ല രേവതി. അങ്ങനെയും പറഞ്ഞിട്ട് വീണ്ടും ക്ഷമ ചോദിക്കുന്നുണ്ട്. ചേച്ചി ആ നിലം തുടയ്ക്കുന്ന മോപ്പ് എടുത്തോണ്ട് വാ, ഞാൻ ക്ലീൻ ചെയ്ത് തരാമെന്ന് വർഷ പറയുന്നത് കേട്ട് രേവതി അതിനെ അനുവദിക്കുന്നില്ല. പക്ഷെ വർഷ പിന്നെയും അത് ഞാൻ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയോട് മോപ്പ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് റൂമിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. രേവതി എണ്ണ തുടയ്ക്കാനായിട്ട് തുണിയെടുക്കാൻ പോകുന്ന ആ സമയത്ത് തന്നെയാണ് ചന്ദ്ര അതിലൂടെ വരുന്നത്. തുണി എടുത്തുകൊണ്ട് വരുന്ന രേവതി അവിടേക്ക് വരുന്ന ചന്ദ്രയെ കണ്ട് കാര്യം പറയാൻ നോക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ചന്ദ്ര എണ്ണയിൽ ചവിട്ടി തെന്നി വീഴുകയാണ്. വീണതും ചന്ദ്ര അവിടെ കിടന്ന് വേദന കൊണ്ട് അലറി വിളിക്കുവാണ്. ശബ്ദം കേട്ട് എല്ലാവരും റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് എഴുന്നേൽക്കാൻ വേണ്ടി സച്ചി കൈ കൊടുക്കുന്നുണ്ടെങ്കിലും സച്ചിയുടെ ആ കൈ തട്ടി മാറ്റുകയാണ് കേട്ടോ ചന്ദ്രമതി. അപ്പോഴും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് വീണ്ടും അയ്യോ എന്റെ കാലെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അലറി കരയുമ്പോ എന്തു പറ്റിയെന്നും ചോദിച്ച് അവിടേക്ക് എത്തുന്നുണ്ട് ശ്രുതി. ആ സമയത്ത് ചന്ദ്ര രേവതിയാണ് കുറ്റം പറയുന്നത്.
പറയുന്നത്, ദേ ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഇവളെന്നെ കൊല്ലാൻ വേണ്ടി കരുതി കൂട്ടി ചെയ്തതായത്. ഇവിടെ തറയിൽ എണ്ണ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ അതിൽ തെന്നി വീണ് എന്റെ തല പൊട്ടണം എന്നായിരിക്കും ഇവൾ ആഗ്രഹിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ പറയുന്നത് കേട്ട് രേവതിക്ക് ആകെ സങ്കടാവുന്നുണ്ട്. പക്ഷെ ശ്രുതി രേവതിയുടെ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ പറയുന്നത്? എപ്പോഴും എന്തിനാ രേവതിയോട് ഇങ്ങനെ ദേഷ്യത്തോടെ പെരുമാറുന്നത്? അവൾ എന്നെ എടുത്തോണ്ട് വന്നപ്പോ ഞാനാണ് അത് തട്ടിക്കളഞ്ഞത്. ഞാൻ കാരണം അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഞാൻ തന്നെ എണ്ണ തുടച്ചു കളയാമെന്നും കരുതിയെന്ന് പറയുന്നുണ്ട് വർഷ. രേവതിയും പറയുന്നുണ്ട്, ഞാൻ തുടയ്ക്കാൻ വേണ്ടി തുണിയെടുക്കാൻ പോയ സമയത്തിലാണ് അമ്മ വീണത്. ഏതായാലും ചന്ദ്രമതി ഇതൊന്നും കേട്ടിട്ടും അതൊന്നും ഉൾക്കൊള്ളുന്നില്ല. വീണ്ടും രേവതിയെ തന്നെയാണ് കുറ്റം പറയുന്നത്. നീ ഇതൊക്കെ അറിഞ്ഞിട്ടും എന്നോട് ആ കാര്യം പറയാതെ എന്നെ വെറുതെ വീഴിച്ചു. ഞാൻ വീഴുന്നത് കണ്ട് നീ സന്തോഷിച്ച് രസിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ വേദനിക്കുന്നേ എന്നും ഉറക്കെ നിലവിളിക്കുകയാണ് ചന്ദ്ര. വർഷ പിന്നെയും കാര്യങ്ങൾ ധരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും സച്ചി വർഷയോട് പറയുന്നുണ്ട്, വർഷേ അമ്മയ്ക്ക് രേവതിയെ കുറ്റം പറയാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടണം. ഇന്നത്തേക്ക് ഇതേ അതിനൊരു കാരണമായി. അപ്പൊ എണീക്കെന്നും പറഞ്ഞുകൊണ്ട് സച്ചി വീണ്ടും ചന്ദ്രമതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോ, നീ അങ്ങോട്ട് മാറി നിന്നേ, അമ്മയെ എണീപ്പിക്കാനേ എനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മുന്നോട്ട് വരികയാണ്. എന്തായാലും അമ്മയെ എണീപ്പിക്കാൻ, ചന്ദ്രമതി എണീപ്പിക്കാൻ നോക്കുന്ന ശ്രുതിയും ആ എണ്ണയിൽ ചവിട്ടി അവിടെ മലർന്നടിച്ച് വീഴുന്നു. ഇതൊക്കെ കണ്ട് സച്ചിക്കാണെങ്കിൽ ചിരി വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും കൂടി രണ്ടുപേരെയും ഒരുവിധം പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. ശ്രുതിയോടായിട്ട് രണ്ടുപേർക്കും മരുന്ന് വെച്ച് കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ചന്ദ്രമതി പിന്നെയും രേവതിയെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അവൾ എന്നെ കൊല്ലാൻ നോക്കിയത് തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോ വർഷ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് ആന്റിക്ക് മനസ്സിലായില്ലേ? മിസ്റ്റേക്ക് എന്റെ ഭാഗത്താണ്, പിന്നെ എന്തിനാ വെറുതെ രേവതിയെ കുറ്റം പറയുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോ രേവതിയെ വർഷ സപ്പോർട്ട് ചെയ്യുന്നതൊന്നും ചന്ദ്രമതിക്ക് ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ എന്റെ നേരെ ശബ്ദം ഉയർത്തുകയാണോ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോ, ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞില്ലേ രേവതിയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ലെന്ന്. നിങ്ങൾക്ക് പിന്നെ മനസ്സിലാവില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക എന്ന ചന്ദ്രമതി ഉടനെ പറയുന്നുണ്ട്, ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. നീ രേവതിക്ക് കൊടുക്കുന്ന സപ്പോർട്ട് കൊണ്ടാണ് അവൾ ഇത്രയൊക്കെ അഹങ്കാരം കാണിക്കുന്നത്. എന്നാൽ വർഷ തിരിച്ചു പറയുന്നുണ്ട്, സപ്പോർട്ട് കൊടുക്കാൻ ഞാനാരാ, പൊളിറ്റിക്കൽ പാർട്ടിക്കാരിയോ? സച്ചി പറഞ്ഞതുപോലെ, സച്ചിയേട്ടൻ പറഞ്ഞതുപോലെ തന്നെ രേവതിയെ കുറ്റം പറയാൻ നിങ്ങൾ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് നോക്കി നടക്കുകയാണ്. ഏതായാലും ഞാൻ ഒന്ന് പറയാം ആന്റി, ഇതൊന്നും അത്ര നല്ലതിനല്ല. അങ്ങനെയും പറഞ്ഞ് ചന്ദ്രയോട് ഇനി എന്തൊക്കെ സംസാരിച്ചിട്ടും കാര്യമില്ലെന്ന് മനസ്സിലാക്കി വർഷ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. വർഷയും രേവതിയും ഒട്ടും ഇഷ്ടപ്പെടാത്ത ശ്രുതിയാണെങ്കിലും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ചന്ദ്രമതിയോട് വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്, ഇതൊക്കെ വർഷയും രേവതിയും ഒത്തു കളിച്ചുകൊണ്ടാണെന്നേ. അമ്മയെ അവർക്ക് എങ്ങനെയെങ്കിലും വീഴ്ത്താൻ വേണ്ടി അവര് മനഃപൂർവ്വം അവര് രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണിത്. രേവതി വർഷയെ പറഞ്ഞു തിരിച്ച് അവളുടെ ഭാഗത്താക്കി വെച്ചിരിക്കുകയാണ്. ഇതങ്ങനെ വിട്ടാൽ പറ്റില്ല ആന്റി. ആന്റിക്ക് അവര് പണി തന്നതുപോലെ തിരിച്ചും നല്ലൊരു പണി തന്നെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതി. അങ്ങനെ ചന്ദ്രമതി രേവതിക്കിട്ട് നല്ലൊരു പണി കൊടുക്കാൻ തന്നെ തീരുമാനിക്കുന്നു. പിറ്റേ ദിവസം രേവതി കിച്ചണിലെ സ്ലാബിൽ കയറി നിന്നുകൊണ്ട് മുകളിലുള്ള ഷെൽഫിലെ പൊടികളൊക്കെ എടുക്കുന്ന സമയത്ത് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സ്ലാബിൽ നിന്നും ചവിട്ടി ഇറങ്ങാനായിട്ട് താഴെ ഒരു സ്റ്റൂള് വെച്ചിട്ടുണ്ടാവും രേവതി. ചന്ദ്രമതി വന്നിട്ട് ആ സ്റ്റൂൾ അവിടെ നിന്ന് എടുത്തു മാറ്റി ഒന്നും അറിയാത്തതുപോലെ അവിടെ അങ്ങനെ നിൽക്കുവാണ്. അപ്പോ രേവതിയാണെങ്കിൽ ഇത് കാണുന്നില്ല. ഷെൽഫിലെ പൊടിയെല്ലാം നീക്കം ചെയ്ത് ആവശ്യമുള്ളതെല്ലാം എടുത്ത് ബാക്കിൽ സ്റ്റൂൾ ഉണ്ടെന്ന് കരുതി ബാക്കിലോട്ട് കാൽ വെച്ച് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നതും അവൾ ഇപ്പൊ വീഴുമെന്നുള്ള രീതിയിൽ സന്തോഷത്തോടെ ചന്ദ്രമതി അത് നോക്കി നിൽക്കുവാണ്. എന്നാ സ്ലാബിൽ നിന്നും വീഴാൻ തുടങ്ങുന്ന രേവതിയെ കണ്ടുകൊണ്ടായിരിക്കും സച്ചി അവിടേക്ക് വരുന്നത്. സച്ചി ഓടി വന്ന് വീണു പോകുന്ന രേവതിയെ കൈകളിൽ കോരിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ രേവതിക്ക് പെട്ടെന്നൊന്നും മനസ്സിലാവുന്നില്ല. പിന്നീട് വീണുപോയതിന്റെ ആ ഞെട്ടലോടെ രേവതി നോക്കുന്നതും താൻ സച്ചിയുടെ കൈകളിലുണ്ടെന്ന് മനസ്സിലാവുകയാണ് രേവതിക്ക്. താൻ സച്ചിയുടെ കൈകളിൽ സേഫായെന്ന് മനസ്സിലാകുന്നതോടുകൂടെ സച്ചിയെ തന്നെ ചിരിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് രേവതി. എന്നാൽ പെട്ടെന്നാണ് ചന്ദ്രയുടെ ചില ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നത്. അവര് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് രേവതിയുടെ കയ്യിലുള്ള പൊടികളെല്ലാം ചന്ദ്രമതിയുടെ തലയിലാണ് വന്ന് വീണ് കിടക്കുന്നത്. അത് കാണുന്നതും സച്ചിയും രേവതിയും ഒരുപോലെ പൊട്ടിച്ചിരിക്കുകയാണ്. ചന്ദ്രമതി ആണെങ്കിലും അവരെ കടിച്ചു കീറാനുള്ള ദേഷ്യത്തിലും. അപ്പൊ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.